എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സൈക്കാട്രിസ്റ്റിന് മരുന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് പിന്നെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കൗൺസിലിംഗ് കൊണ്ടങ്ങ് ഭേദമാക്കിക്കൂടി. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് എടുക്കാൻ പാടില്ല. അതായത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എടുക്കാൻ പാടില്ല. അത് മനസ്സിലാക്കാനാണ് ഒരു MSc MA ഒക്കെ കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരു 3 വർഷം, ഞാനൊക്കെ 7 വർഷത്തോളം ട്രെയിനിങ് എടുത്തതാണ്. ഒരു 3 വർഷമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ടതിന് ശേഷം മാത്രം ഇവരെ പോസ്റ്റ് ചെയ്യാവൂ എന്നെപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുന്നത്. കാരണം നമുക്ക് എന്തെടുക്കാമെന്നതിനേക്കാൾ ഉപരി എന്തെടുത്തൂടാന്ന് കൂടി അറിയണം. സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്നെടുത്താൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അത് ചില പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ വെറുക്കപ്പെട്ടവരായി തീരും. കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയായി മാറും. നമ്മൾ വെറുക്കപ്പെട്ടവരായി തീരും. അങ്ങനെ വെറുക്കപ്പെട്ടവരായി തീർന്ന് സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഒരുതരം വിഭ്രാന്തി പോലെ, എന്നാൽ അവർക്ക് മനോരോഗമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുമില്ല. കാരണം അവരിരിക്കുന്ന പോസ്റ്റ് അത്രയും വലുതായിരിക്കും, അത്രയും വലിയ പോസ്റ്റായിരിക്കും. അപ്പം അത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന ആൾക്കൊരു മാനസിക പ്രശ്നമുണ്ടെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ അവനവനെങ്കിലും അത് കണ്ടെത്താൻ, എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിനെ മരുന്നെടുക്കണം. അതുകൊണ്ട് ഒരു ദോഷവും സൈഡ് എഫക്ട്സും ഇല്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് തെറാപ്പി കൊടുത്തതുകൊണ്ട് ഫലമുണ്ടാവത്തുള്ളൂ.